Hey guys, welcome back to my YouTube channel. I am Lena Kabir. So I have this weird obsession. ഞാനൊരു യൂസ് ചെയ്ത സാധനം ഇപ്പോൾ കഴിഞ്ഞു വിചാരിച്ചാലോ ആ കണ്ടെയ്നർ ഞാനങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് ഐ ഗോട്ട് എ ബാഗ് ഫുൾ ഓഫ് യൂസ്ഡ് ഐറ്റംസ്. മീൻസ് കണ്ടെയ്നേഴ്സേ ഉള്ളൂ കേട്ടോ, അതിലൊന്നുമില്ല. ആക്ച്വലി ഞാനിത് ചില പ്രൊഡക്ട്സ് വന്നിട്ട് വേറെ ഇൻഫ്ലുവൻസ് ചെയ്ത് വാങ്ങിയ പ്രൊഡക്ട്സ് ഉണ്ട് ആൻഡ് ഇറ്റ്സ് സക്ക് ഫോർ മീ. ഓക്കെ, പക്ഷെ ആക്ച്വലി നല്ല അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ട് ഐ ഗോട്ട് റിയലി അമേസിങ് റിസൾട്ട്സ്. അങ്ങനത്തെ സാധനങ്ങളും ഞാനിതിൽ ഷെയർ ചെയ്യാം. സോ കീപ് വാച്ചിങ്. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാത്ത് എസെൻഷ്യൽസ് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയ ഐറ്റംസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത ഐറ്റംസും ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ്, ഗറിൻ്റെ സോപ്പ്. ദിസ് സോപ്പ് ഈസ് സോ ഗുഡ്. ഇത് വർത്ത് ദ ഹൈപ്പ് എന്ന് പറയാം. നോട്ട് അണ്ടർ ഹൈപ്പ് ഓർ ഓവർ ഹൈപ്പ്, വർത്ത് ദ ഹൈപ്പ്. എന്ന് വെച്ചാൽ ടാൻ മാറുന്നത് വെച്ചാൽ അത്യാവശ്യം മാറുന്നൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് എ റിയലി സ്ലോ പ്രോസസ്സ്. എന്ന് വെച്ചാൽ നമ്മളതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു സോപ്പൊന്നും തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ടാന് മാറുന്ന വിചാരിക്കരുത്, മാറത്തില്ല. ഞാനിത് ഒരു 4 സോപ്പെങ്കിലും അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ ഔട്ട് ഓഫ് ഒരു 5 നോക്കാം നമുക്കല്ല. ഔട്ട് ഓഫ് 5 ഞാനിതിനൊരു 4.5 കൊടുക്കും. നെക്സ്റ്റ് തിങ് എം കഫീൻ്റെ സ്ക്രബ്. ഇത് സ്മെൽ സോ ഗുഡ്. ഓക്കെ, പക്ഷെ ഇതെനിക്ക് കാര്യമായിട്ട് അങ്ങനെ എഫക്റ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തൊന്നുമില്ല. സ്മെൽ പെർഫെക്റ്റ്. ഇവർ പറയുന്ന വെച്ചാൽ എക്സ്ഫോലിയേഷൻ തരും, സ്കിൻ ബ്രൈറ്റനിങ് ആണൊക്കെയാണ്, ബട്ട് അങ്ങനത്തെ റിസൾട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഐ റേറ്റ് ദിസ് എ 4. പിന്നെ വേറൊരു ഐറ്റം, ഡവിൻ്റെ സ്ക്രബ്. ഡവിൻ്റെ ക്രഷ്ഡ് മെക്ഡാമിയ ആൻഡ് റൈസ് മിൽക്കിൻ്റെ ഒരു സ്ക്രബാണ്. ഓക്കെ, ഐ ലവ് ഇറ്റ് സോ മച്ച്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഡവിൻ്റെ തന്നെ വേറെ ഒരെണ്ണമുണ്ട്, പോംഗ്രാനറ്റിൻ്റെ, അത് വാങ്ങി. ഇത് ഞാനിപ്പോൾ സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ബോത്ത് ഓഫ് ദം സോ വർത്ത് ദ ഹൈപ്പ്, സോ വർത്ത് ദ പ്രൈസ്. ഐ ലവ് ഇറ്റ്. അങ്ങനത്തെ ഐറ്റംസ് ആണ്. പിന്നെ ഇത് ഞാനുണ്ടല്ലോ ഒരു കോംബോ പോലെ വാങ്ങിയതാണ്. കെമിസ്ട്രി അപ്ലൈഡ് സ്ക്രബും ബോഡി വാഷും അവരുടെ അണ്ടർ ആം റോളോൺസും. ഇത് നല്ല ഹൈപ്ഡ് ആയിട്ട് ഞാൻ വാങ്ങിയ സാധനമാണ്. അപ്പോൾ ഫസ്റ്റ് സ്ക്രബിൻ്റെ, ഇഫ് യു ആസ്ക് മീ ദിസ് ഓർ ദിസ് വൺ ഈസ് ബെറ്റർ, ഐ വിൽ ആബ്സല്യൂട്ട്ലി സേ ദിസ് വൺ ഈസ് ബെറ്റർ. ഇത് അത്രക്ക് പോരാ, ഒരു 3.9 ഒക്കെ കൊടുക്കാം. ദിസ് ഈസ് സോ ഗുഡ്. ഇത് കെമിസ്ട്രി അപ്ലൈഡ് തന്നെ ഒരു അണ്ടർ ആം റോൾ ഓൺ ആണ്. ഇത് വർക്ക്ഡ് സോ വെൽ ഫോർ മീ. ഇതെൻ്റെ 1ാമത്തെ അല്ല, 2ാമത്തെ അല്ല, 3ാമത്തെ. ഐ പർച്ചേസ് 3 times. ഇതും തീർന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇതും കഴിഞ്ഞു. ഇനി ഇത് റീപർച്ചേസ് ചെയ്യണം. സോ വർത്ത് ദ ഹൈപ്പ്. ഐ ലവ് ദിസ് പ്രൊഡക്റ്റ്. ഒരു 5 തന്നെ കൊടുക്കും ഞാൻ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എനിക്ക് വർക്കായിട്ടുണ്ട് കേട്ടോ. സ്റ്റിൽ ഇത് ഒരെണ്ണം യൂസ് ചെയ്ത് അപ്പം തന്നെ അണ്ടർ ആംസ് എല്ലാം അങ്ങ് വെളുക്കും, അങ്ങനെയില്ല. ഇതും സ്ലോ പ്രോസസ്സ് തന്നെ, ബട്ട് വർത്ത് ഇറ്റ്, അങ്ങനെ പറയാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, കെമിസ്ട്രി അപ്ലൈഡ് തന്നെ എക്സ്ഫോലിയേറ്റിംഗ് ബോഡി വാഷ്. ഇത് നല്ല കേട്ടോ, നല്ല സ്മെല്ലാണ് ഇതിൻ്റെ. പിന്നെ ലാസ്റ്റ് സ്മെൽ ആക്ച്വലി നല്ലതാണ്, വർത്തിട്ടാണ്. സ്റ്റിൽ ഞാനിത് റീപർച്ചേസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് റീപർച്ചേസ്. അത്രയും ഗുഡല്ല. പക്ഷേ ഞാൻ റീസെൻ്റ്ലി ഡവിൻ്റെ തന്നെ, ഡവ് ഫാനായി ഞാൻ, ഡവിൻ്റെ തന്നെ ഇത് വാങ്ങി. ദിസ് ഇസ് ആൻ എക്സ്ഫോലിയേറ്റിംഗ് അല്ല, നോറിഷിംഗ് ബോഡി വാഷ്. ശരിക്കും നമുക്ക് കുളിച്ചു കഴിഞ്ഞാൽ ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. സ്കിൻ അത്ര ഡ്രൈ ആക്കില്ല, എന്നാൽ അത്യാവശ്യം കൊള്ളാം. ആ ഒരു ടൈപ്പ്, ലൈക്ക് അത്രയും എനിക്കിങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ ഒരു ഓയിലി ആയി നിൽക്കുന്നത് ഇഷ്ടമല്ല. സോ അങ്ങനെയല്ല, ഓയിലി ആക്കത്തുമില്ല, പക്ഷെ നല്ല ഡ്രൈ ആകത്തുമില്ല. അങ്ങനെ ഒരു നോർമൽ രീതിയിൽ നിൽക്കുന്നത്, അതും നല്ല കേട്ടോ, നല്ല പ്രൊഡക്റ്റാണത്. ബൈ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ണു മുട്ടി വാങ്ങിച്ചോ, നല്ല സാധനം. നെക്സ്റ്റ് ബി ബോഡി വൈസിൻ്റെ റോളോൺസ് ഹെയർ ഗ്രോത്ത് സെറാണ് കേട്ടത്. ഇത് ആക്ച്വലി 3 എണ്ണം വാങ്ങിച്ച് 3 months ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ബോട്ടിൽസ് ഉണ്ട്. ഇത് വർക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ലൈക്ക് 3 മാസത്തിൽ ഹെയർ നമ്മുടെ നോർമൽ ഗ്രോത്ത് ആവും. എനിക്ക് വെച്ചാൽ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഹെയർ അത്യാവശ്യം നല്ല ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. സോ ഹെയർ ഫോളിൽ അതങ്ങ് കൊഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ടെൻഷൻ അടിച്ച് വാങ്ങിയതാണിത്. പക്ഷേ വർത്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ, ആക്ച്വലി നോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നില്ല അത്.
ഇതൊരു പറയുന്ന പോലെ തന്നെ ഓയിൽ ആക്കത്തില്ല ഹെയർ, അതൊക്കെ ശരി തന്നെ. ബട്ട് വിൽ ഇറ്റ് വർക്ക് ഫോർ യുവർ ഹെയർ ഗ്രോത്ത്? No, I don't know. It didn't work for me, so maybe it worked for other people. Who knows? എനിക്കിത് വർക്കായില്ല. അതിന് ഞാനൊരു 3.5 കൊടുക്കാം. നെക്സ്റ്റ് തിങ്, ദിസ് വൺ. ഇത് ലോറിയലിൻ്റെ ഇൻഫോഴ്സറിൻ്റെ മാസ്കാണ്. ഇത് ഞാനൊരിക്കൽ പാർലറിൽ പോയ സമയത്ത് എൻ്റെ അടുത്ത് അവിടുത്തെ ചേട്ടൻ റെക്കമെൻഡ് ചെയ്ത സാധനമാണ് ബ്രേക്കേജിൻ്റെ ഹെയറിന്. സോ ഇത് ട്രൈ ചെയ്ത് നോക്ക്, നല്ലതായിരിക്കുന്നു. ഞാൻ അങ്ങനെ വാങ്ങിയ സാധനമാണ്. എല്ലാം പറ്റും, നല്ല രീതിക്ക് നമ്മളെ ഹെയർ നോറിഷ് ചെയ്യുന്നുണ്ട്, ബ്രേക്കേജ് കുറയ്ക്കുന്നുണ്ട്, ഹൈഡ്രേഷൻ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഷാമ്പു ഉണ്ട് കേട്ടോ. ഇത് ഫിനിഷ് ആയിട്ട് ഞാൻ രണ്ടാമത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ഏകദേശം തീരാറായി. ഇത് അവരുടെ ഷാമ്പു കണ്ടീഷണർ കോംബോ ആണ് വാങ്ങിയത്. ബട്ട് ഇത് എനിക്ക് ഇങ്ങനെ ബ്രേക്കേജ് ആവാൻ ഉള്ള കാരണമാണ് ഇത് ട്രെസ്മിയുടെ സിൽക്ക് പ്രസ്. ഇതിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇത് എൻ്റെ ഹെയർ അങ്ങ് നല്ല ഡ്രൈ ആക്കി. ഇത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്, എൻ്റെ ഹെയർ ടൈപ്പിന് പറ്റാത്തതാണോ ഒന്നും അറിയില്ല. എനിക്ക് നല്ല ഡ്രൈ ആയിരുന്നു ഈ സാധനം. എൻ്റെ ഹെയറിൻ്റെ ഉള്ള ഹൈഡ്രേഷൻ അങ്ങ് വലിച്ചെടുത്തു. I would rate this a 2. Maybe it works for others, it doesn't work for me. ഇതിപ്പോഴും ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല, ഞാനത് സ്റ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇത് I will rate 4.8, 4.9. Now let's go to my skin care section. സ്കിൻ കെയർസിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാസ്ക്, സ്കിൻ കെയർ ഐറ്റംസ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ സൺസ്ക്രീന് എൻ്റെ ഫേസിൽ വേറെ ട്രൈ ചെയ്ത് ഭയങ്കര കുറവാണ്. ഒരു സാധനം ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാനത് ഇയേഴ്സായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആ സൺസ്ക്രീൻ. ദാറ്റ് ഈസ് സൺഹീൽ. സൺഹീലിൻ്റെ സൺസ്ക്രീൻ ഈസ് സോ ഗുഡ്. ഹാവ് ഫ്രഷ് പാക്ക്. ഇതിൻ്റെ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാൻ കളഞ്ഞു, ഇത് രണ്ടേ ഉള്ളൂ. ഇത് വന്നിട്ട് നല്ലതാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത സാധനമാണ്. ഇത് ദയവ് ചെയ്ത് ആരും ഓൺലൈൻ വാങ്ങിയത്, മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചാൽ മതി. എൻ്റെ ഫ്രണ്ട് ഇതുപോലെ ഓൺലൈൻ വാങ്ങിയിട്ട് അവൾക്ക് ഫുൾ പിമ്പിൾസ് ഒക്കെ മാറ്റിയായത്. സോ ഓൺലൈൻ വാങ്ങാണ്ട് സ്റ്റോർ പർച്ചേസ് ചെയ്യാൻ നോക്കാം മാക്സിമം. അല്ലെങ്കിൽ ഇവരുടെ ഒറിജിനൽ വെബ്സൈറ്റിൽ പോയി വാങ്ങാം. ഈ ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അങ്ങനത്തെ നോക്കാതെ. നൈക്കയിലില്ല അത്, ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ചെയ്യാം. നല്ലതാ. 5 out of 5. 5 എബവ് കൊടുത്താലേ ഉള്ളൂ. ഐ ലൈക്ക് ദിസ് പ്രോഡക്റ്റ് സോ മച്ച്. സോ ഞാൻ ടോണർ, സിറം അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ബട്ട് ഞാൻ സ്റ്റിൽ ഹൈപ്പ് കേട്ട് വാങ്ങിയ ഒരു സാധനമാണ് കോസ്റെക്സിൻ്റെ സ്നെയിൽ മ്യൂസിക്. ഓ മൈ ഗോഡ്, ഇത് വന്നിട്ടുണ്ടല്ലോ എൻ്റെ മുഖത്തെ പിമ്പിൾസൊക്കെ അങ്ങ് പൊക്കി. എല്ലാ പിമ്പിൾസും അങ്ങ് പുറത്തു തന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ സാധനം. എൻ്റെ ഫ്രണ്ട്സ് വേറെ ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വാങ്ങിയ സാധനമാണ്. അപ്പം ഞാനത് കേട്ടപ്പോൾ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് ഞാനിത്. പക്ഷെ എൻ്റെ മുഖത്ത് എല്ലാ പിമ്പിൾസും വന്നു. ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കാം. എല്ലാം വന്ന് പൊന്തി മൊത്തം ഭയങ്കര വീടായിരുന്നു. സ്നെയിൽ മ്യൂസിയം കണ്ടോ, ഇപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അത്. ഞാൻ ഇത്രയും യൂസ് ചെയ്ത് നിർത്തി. ഇത്രയും യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫുൾ ഫേസിൽ പിമ്പിൾസ് വന്നു. മേ ബി എനിക്ക് എൻ്റെ സ്കിന്നിന് പറ്റാത്തതായിരിക്കും, എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടായിരിക്കാം, എന്തോ എനിക്കറിയില്ല. ഇത് വർക്കായതേ ഇല്ല. ഫസ്റ്റ് യൂസ് ചെയ്യുന്നേ സാധനം. എക്സ്പെൻസീവ് സ്റ്റഫ്. ഇത് ഞാൻ ഇതുപോലെ തന്നെ ഹൈപ്പ് കേട്ട് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. ഇത് അവരുടെ 30 ml ഇതാണ്, 30 ml ആണ്. ഇത് വർക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു ടൈം ഒരു ഫുൾ ബോട്ടിൽ യൂസ് ചെയ്തായിരുന്നു മേ ബി നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. പക്ഷേ ഇത് ഇത്ര പ്രൈസ് കൊടുത്ത് വാങ്ങി പിന്നെ യൂസ് ചെയ്യാനുള്ള വർത്തിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ ഞാനത് റീപർച്ചേസ് ചെയ്തില്ല കേട്ടോ. ഇത് ഗുഡാണെന്ന് വെച്ചാൽ യാ ഇറ്റ്സ് ഫൈൻ, ബട്ട് നോട്ട് വർത്ത് ദ പ്രൈസ് ഓർ ദ ഹൈപ്പ്. അങ്ങനെയാണ് ഈ സാധനം. ഓക്കെ, നെക്സ്റ്റ് ടോണർ വിച്ച് ഐ സ്റ്റിൽ യൂസ്, എൻ്റെ ആബ്സല്യൂട്ട് ഫേവറേറ്റ് വൺ ആണ് ദിസ് വൺ, ലാക്ടോ കലമാൻ്റെ ടോണർ. ഇത് നല്ല അഫോർഡബിൾ ആണ്. 1, 2 ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ ഇതാണ് എൻ്റെ സ്കിൻ കെയർ. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടിലാണ്. ഇത് രണ്ടും കഴിഞ്ഞു. ഈ സാധനം ഉണ്ടല്ലോ, എവറി നൈറ്റ് ഐ യൂസ് ദിസ് തിങ്. ഇറ്റ് ഗീവ്സ് മീ ദ ഗ്ലോ. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇത് വന്നിട്ട് സോ ഗ്രേറ്റ്. ഐ ഡോണ്ട് നോ, 5/5. ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞില്ലേ ഈ സാധനം യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് വന്നിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു സാധനമാണിത്. സെറാവയുടെ ബ്ലെമിഷ് കൺട്രോൾ ജെൽ. ഇത് ഞാൻ ഈ പിമ്പിൾസ് വന്ന സമയത്ത് ഭയങ്കര ടെൻഷനായി. എൻ്റെ മുഖത്ത് അങ്ങനെ ഇത്രയും പിമ്പിൾസ് ഒറ്റയടിക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ കുറേ മാസ്ക് ട്രൈ ചെയ്തു. നീം, പിന്നെ എന്താ ബീട്രൂട്ടിൻ്റെ പൗഡർ വെച്ചുള്ള മാസ്ക്, നാച്ചുറൽ കുറേ സാധനങ്ങൾ, കെമിക്കൽസ് യൂസ് ചെയ്യേണ്ട വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. നോ വഴി. ലാസ്റ്റ് ഞാൻ കുത്തിരുന്നങ്ങ് സെർച്ച് ചെയ്തു എന്ത് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമാണ് സെറാവയുടെ ഇത് വന്നിട്ട് വർക്ക് സോ വെൽ ഫോർ മീ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഇത്. ഐ ലവ് ഇറ്റ് സോ മച്ച്. 5/5 ഓറേപ്പോ. എനിക്ക് എപ്പോൾ പിമ്പിൾസ് വന്നാലും ഞാൻ ഇത് തേക്കും. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. ഗനേജിൻ്റെ ലിപ് മാസ്ക്, സ്ലീപ്പിംഗ് മാസ്ക്. ഓ ബ്രോ, ഞാനിത് എന്തോരം പേർക്കാണെന്നറിയോ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. ഇത് വിഷയ സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫിനിഷ്ഡ്. ഇത് കഴിഞ്ഞു. പിന്നെ ഇത് ഞാനിപ്പോൾ ആക്ച്വലി വേറൊരു ബോട്ടിലൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം കഴിഞ്ഞു. എന്നിട്ട് ഞാനത് ഫ്രഷ്ലി വേറെ വാങ്ങി. ഞാൻ ന്യൂ പാക്ക് എനിക്ക് നല്ല ഇഷ്ടമായി സാധനം. ഇത് 600-നുള്ളിലാണ് ഇതിൻ്റെ പ്രൈസ്. ബട്ട് സോ വർത്ത് ദ ഹൈപ്പ്, വർത്ത് ദ പ്രൈസ്, സോ ഗുഡ്. അത് നൈറ്റിൽ യൂസ് ചെയ്യണം. സ്ലീപ്പിംഗ് മാസ്കാ. ഇത് മോർണിംഗിൽ വിത്ത് SPF 50+ ഉണ്ട്. വിഷ് കെയറിൻ്റെ ലിപ് ബാം. ഇതും അത്യാവശ്യം ഹൈപ്ഡ് ആയിട്ടുള്ള സാധനമായിരുന്നു. നല്ല സാധനം. ഞാൻ ഫുൾ അങ്ങ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സബ്ബാട്ടോ കോയിലാട്ടോ ഒന്നുമില്ല, ഫുൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ തീർന്നപ്പോൾ ഞാൻ വേറൊരു സാധനം ട്രൈ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് വാസ്ലിൻ്റെ ഇത് ഓപ്പൺ ചെയ്യാൻ ഇച്ചിരി പണിയാണ്, പക്ഷെ നല്ല സാധനം. ഐ ലൈക്ക് ഇറ്റ്. വേണ്ടോ വാസ്ലിൻ്റെ ഒരു ലിപ് കെയർ, ലിപ് തെറാപ്പി. ഇത് നല്ലതാണ്. റോസി ലിപ്സിൻ്റെ വാസ്ലിൻ. കഴിഞ്ഞാൽ റീപർച്ചേസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ റീപർച്ചേസ്. ബട്ട് ഇത് തീരണം. ഇത് തീരാണ്ട് ഞാൻ റീപർച്ചേസ് ചെയ്യില്ല. ഇതും നല്ലതാണ് കേട്ടോ. ദിസ് വൺ ഈസ് ഓൾസോ സോ ഗുഡ്. ടോക്കിംഗ് അബൌട്ട് മൈ ഫേവറേറ്റ് പ്രൊഡക്ട്സ്, ഈ സാധനം ഉണ്ടല്ലോ എൻ്റെ ആബ്സല്യൂട്ട് ഫേവറേറ്റ് ഉള്ള സാധനമാണ്. ഇത് ബ്യൂട്ടി ഓഫ് ജോസാൻ്റെ ക്ലെൻസിങ് ബാമാണ്. ഇറ്റ് ഫെൽ ലൈക്ക് ബട്ടർ. നമ്മളെ ഫേസിൽ അത്രയും സ്മൂത്ത് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഇതെൻ്റെ 3rd റീപർച്ചേസ് ആണ്. ഇത് കഴിഞ്ഞു. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. ഇത് ഏകദേശം തീരാനായി. ബട്ട് ഹൈലി റെക്കമെൻഡഡ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്യും. വർത്ത് ദ ഹൈപ്പാണ്, വർത്ത് ദ പ്രൈസ്. പിന്നെ നെക്സ്റ്റ് മോയ്സ്ചറൈസർ. ഇത് എവിയോൺ എന്ന് പറഞ്ഞിട്ടൊരു എനിക്കൊരു ഇൻഫ്ലുവൻസർ ആക്ച്വലി ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് വാങ്ങിയതാണ്. ആമസോണിലുണ്ട് ഈ പ്രൊഡക്റ്റ്. എന്നിട്ട് റീപർച്ചേസ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. സോ ഞാൻ ട്രൈ ചെയ്തതാണ് ഇത്. ഈ പ്രൊഡക്റ്റ് നല്ല വെർത്തിറ്റാണ് അത്യാവശ്യം. എനിക്ക് ആ പിമ്പിൾസ് വന്നിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്നതാണിത്. എനിക്ക് ആ പിമ്പിൾസ് നല്ലോണം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. പക്ഷേ ഇത് സെബാമെഡിൻ്റെ കെയർ ജെല്ലാണ്. ദിസ് വൺ ഈസ് ഓൾസോ സോ ഗുഡ്. ഇത് ഞാനൊരു 5ൽ 4.5 ഒക്കെ റേറ്റ് ചെയ്യും. ഇത് നിങ്ങൾക്കിപ്പോൾ കോമ്പിനേഷൻ സ്കിന്നാണ്, അത്യാവശ്യം ഓയിലി ആണ് ബട്ട് ഡ്രൈ ആണ്, അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ വർക്ക് ആസ് മാജിക്. നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒരു ഹൈഡ്രേഷനും കിട്ടും, എന്നാൽ മോയ്സ്ചറൈസിങ്ങും ആണ്, ബട്ട് ഓവർ മോയ്സ്ചറൈസിങ്ങും അല്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണ് കേട്ടത്. പിന്നെ ദിസ് വൺ, ഇതെനിക്ക് നൈക്കിയിൽ ഞാൻ ഏതോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ സാമ്പിളായി കിട്ടിയതാണ്. ഫിസിയോജെല്ലിൻ്റെ കാമിങ് റിലീഫ്. ഇത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യും. ഇതിൻ്റെ വലിയ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. വലിയ ട്യൂബ് വാങ്ങി ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണേ. നല്ല പ്രൊഡക്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കിൻ ആണ്, അല്ലെങ്കിൽ നൈറ്റ് നിങ്ങളെ ഫേസ് നല്ലോണം മോയ്സ്ചർ വലിച്ചെടുക്കും, ഇപ്പം ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ ഫേസ് ആണെങ്കിൽ ദിസ് വൺ വിൽ വർക്ക് സോ ഗുഡ്. ഇത് വന്നിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും അതിന്. ഞാനിപ്പോൾ എല്ലാ നൈറ്റും നൈറ്റ് സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ക്രീമാണിത്. പിന്നെ ഫേസ് മാസ്ക് ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഇപ്പോൾ കഴിഞ്ഞ ട്യൂബ് ഇതാണ്. കഴിഞ്ഞിട്ട് ഞാൻ റീപർച്ചേസ് ചെയ്തൊരു സാധനമാണിത്. ഇത് റൈസ് മാസ്ക് ഫ്രം ഐ എം ഫ്രമിൻ്റെ റൈസ് മാസ്ക് ആണ്. ഞാൻ റീപർച്ചേസ് ചെയ്തു.
നല്ല പ്രൊഡക്റ്റാണ്. ഒരു മൈൽഡ് എക്സ്ഫോലിയേഷൻ തരുന്ന ഒരു സംഭവമാണ്. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഇഫ് യു ഹാവ് സെൻസിറ്റീവ് സ്കിൻ, ദിസ് വൺ ഈസ് സോ ഗുഡ്. സോ എൻ്റെ ബ്രൂട്ടലി ഹോണസ്റ്റ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫോർ മോർ വീഡിയോസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഇനിയും ഞാൻ എൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് റിവ്യൂ തരുന്നതായിരിക്കും. സോ അതുവരെയും ബൈ ബൈ. ഓൾസോ ചെക്ക് ഔട്ട് മൈ അതർ വീഡിയോസ് ഐ പോസ്റ്റഡ് ഇൻ ദ യൂട്യൂബ് ചാനൽ. ബൈ.